മക്കളെ, വിദ്ലാമസാണ്. അപ്പം എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, ഇക്കൊല്ലത്തെ നമ്മുടെ നെക്സ്റ്റ് എക്സാം വരാൻ പോവുകയാണ് ഈ വരുന്ന ഒക്ടോബർ 6-ാം തീയതി ഞായറാഴ്ച. അപ്പം ഇന്ത്യൻ ടൈം 2 മണി തൊട്ട് 3:30 വരെയും, ഇനി നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലാണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ 12:30 മുതൽ 2 മണി വരെ ആയിരിക്കും നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ, നിങ്ങൾ ഇതുവരെ പരിചയപ്പെടാത്ത മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന പുതിയൊരു പാറ്റേണിലാണ് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ ചോദ്യത്തിനും 4 ഉത്തരങ്ങളാണ് ഉണ്ടാവുക. ഈ 4 ഉത്തരങ്ങളിൽ നിങ്ങൾക്ക് കറക്റ്റ് ആണെന്ന് ഏത് ഓപ്ഷൻ ആണോ തോന്നുന്നത് ആ ഉത്തരമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് കിട്ടുന്ന OMR ഷീറ്റ് അല്ലെങ്കിൽ ആൻസർ ഷീറ്റ് എങ്ങനെയാണെന്ന് മിസ് ഒന്ന് കാണിച്ചു തരട്ടെ. അതാ ഇതുപോലെയാണ് നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഉണ്ടാവുക. ഇതിൽ ഒരുപാട് കോളംസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഈ കോളങ്ങളൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ നെയിം എഴുതാം. ഇപ്പോൾ ഞാനാണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ എൻ്റെ പേര് മിഥുല എന്നാണ് അല്ലേ. അപ്പം ഞാനിവിടെ എന്ത് ചെയ്യും, ഇവിടെ നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് എന്ന് പറയുന്ന സെഷനിൽ മിഥുല എസ് എന്ന് പേരെഴുതും. ഇനി അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം ഡേറ്റ് എഴുതാനുള്ള കുറച്ച് കുട്ടി കുട്ടി കോളംസ് ഉണ്ട് അല്ലേ. അപ്പോൾ 6-ാം തീയതിയാണ് പരീക്ഷ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, 06 അതായത് 6-ാം തീയതി 10-ാം മാസമാണ്, പിന്നെ 2024 എന്ന നമ്പർ ഫില്ല് ചെയ്ത് കൊടുക്കുക. 6/10/2024. ഇനി അതിനുശേഷം നിങ്ങൾക്ക് കാണാം ഫാദേഴ്സ് നെയിം ആൻഡ് മദേഴ്സ് നെയിം അല്ലെ, അച്ഛൻ്റെ അമ്മയുടെയും പേര് എഴുതാനുള്ള ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഫാദേഴ്സ് നെയിമിൻ്റെ അവിടെ നിങ്ങളുടെ അച്ഛൻ്റെ പേര് എഴുതി കൊടുക്കാം. മദേഴ്സ് നെയിമിൻ്റെ അവിടെയായിട്ട് അമ്മയുടെ പേരും എഴുതാം. ഇനി നേരെ നോക്കിക്കഴിഞ്ഞാൽ, ഇടതുവശത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് സിഗ്നേച്ചർ ഓഫ് ദി കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞൊരു കോളം കാണും. അത് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് പരീക്ഷ എഴുതുന്ന നിങ്ങളാണ് അല്ലേ. അപ്പം എൻ്റെ മക്കളെല്ലാവരും എന്ത് ചെയ്യണം, അവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ എന്താണോ ആ സിഗ്നേച്ചർ മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മുടെ ആൻസർ ഷീറ്റിൻ്റെ നേരെ മേലേക്ക് പോകുക. അപ്പോൾ എൻ്റെ കുട്ടികൾ ഓൾറെഡി ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ടാവും. ഈ ഹോൾ ടിക്കറ്റിനുള്ളിൽ നിങ്ങളുടെ റോൾ നമ്പർ കാണാൻ സാധിക്കും. സേ ഫോർ എക്സാമ്പിൾ എൻ്റെ റോൾ നമ്പർ 1 2 3 4 5 6 ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്തും, ആദ്യം തന്നെ ആ ബോക്സിനുള്ളിൽ ഓരോ നമ്പേഴ്സ് എഴുതി കൊടുക്കുക. 1 2 3 4 5 6 ഇതാണ് എൻ്റെ റോൾ നമ്പർ. ഇനി അതിന് താഴെയായിട്ട് കുറച്ച് ബബിൾസ് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ ബോക്സിൽ നമ്പേഴ്സ് എഴുതിയാൽ മാത്രം പോരാ, ഈ ബബിൾസ് കൂടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നോക്കിക്കേ, 1 എന്ന് പറയുന്ന നമ്പറാണ്. സോ 1 എന്ന് പറയുന്ന ബബിൾ ഞാൻ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും. ഇനി ഈ ബബിൾസ് ഫില്ല് ചെയ്യുമ്പോൾ എൻ്റെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ 1 എന്ന് പറയുന്ന ബബിൾ ഫുള്ള് ഞാൻ ഫില്ല് ചെയ്യാണ് ചെയ്തല്ലേ. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബബിൾസിനുള്ളിൽ ഫില്ല് ചെയ്യുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ സർക്കിളിൻ്റെ പുറത്തേക്ക് വരാതെ നോക്കുക. അത് മാത്രമല്ല, ഇപ്പം നിങ്ങൾക്ക് തോന്നി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ 3 ആണ് ആൻസർ. അപ്പം നിങ്ങൾ ഇതേപോലെ ഇൻറ്റു മാർക്ക് ഇടാനോ അല്ലെങ്കിൽ ഇങ്ങനെ ടിക്ക് ഇടാനോ ഒന്നും പാടില്ല. ഓൺലി ബബിൾസ് ഫില്ല് ചെയ്യുക കറക്റ്റായിട്ട്. ഇതാണ് നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി ഈ OMR ഷീറ്റ് ഫില്ല് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ എൻ്റെ കുട്ടികൾക്ക് തോന്നുകയാണെങ്കിൽ, ഓരോ സെൻറ്റേഴ്സിലും നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതിനായിട്ട് ടീച്ചേഴ്സ് ഉണ്ടാവും. ഈ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. നമ്മുടെ റോൾ നമ്പർ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ കയ്യിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിലായിട്ട് ഒരു കോഡ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് 2 സെറ്റുകളായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക, സെറ്റ് എയും സെറ്റ് ബിയും. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് സെറ്റ് എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ ഒരു കോഡ് ഉണ്ട്, ടെക്സ്റ്റ് ബുക്ക് കോഡ് എന്ന് പറയുന്ന മാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം ഉണ്ട് അല്ലേ. അവിടെ എയിൽ കൊണ്ടുപോയിട്ട് ബബിൾ ചെയ്യുക. ഇനി അതല്ല ബി ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡെങ്കിൽ ബിയിൽ ബബിൾ ചെയ്യുക. അതേപോലെ തന്നെ ഇനി നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്ട്രീം ചൂസ് ചെയ്യാം, നീറ്റിൽ പോയിട്ട് ബബിൾ ചെയ്യാം. അതല്ല JEE ആണ് നിങ്ങളുടെ ഓപ്ഷൻ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സ്ട്രീമിൽ JEEന്റെ ബബിൾസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം കേട്ടോ. ഈ മാർക്കിംഗ് പറയുമ്പോൾ ഓരോ ബബിൾസ് ഫില്ല് ചെയ്യുമ്പോഴും നിങ്ങളുടെ റോൾ നമ്പർ എഴുതുമ്പോഴും ഒക്കെ കൃത്യമായിട്ട് തന്നെ എഴുതി കൊടുക്കുക. നമ്പേഴ്സ് മാറിപ്പോയി കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആയിട്ട് മാറും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആ ടേമിൽ തന്നെയുണ്ടോ, 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഏതാണോ അതാണ് എൻ്റെ കുട്ടികളെ തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾ നോക്കിക്കേ, ക്വസ്റ്റ്യൻ നമ്പറിന് നേരെ റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട് അല്ലേ. അത് 4 ഓപ്ഷൻസ് ഉള്ളത് കൊണ്ടാണ് 1 2 3 4 എന്നിങ്ങനെ 4 ബബിൾസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 2 ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, രണ്ടാമത്തെ ബബിള്
ഫില്ല് ചെയ്ത് കൊടുക്കുക അല്ലേ. അങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, സർക്കിളിന് പുറത്തേക്ക് വരാൻ പാടില്ല, ഇൻറ്റു മാർക്കോ ടിക് സൈനോ ഒന്നും നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ബബിൾ ഫില്ല് ചെയ്ത് പോയാൽ മതി. ഇനി മക്കളെ ആകെ 90 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുക. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്കാണ് കേട്ടോ. പിന്നെ നമ്മുടെ എക്സാം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. അതായത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ച് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. 10 ക്വസ്റ്റ്യൻ എഴുതി ഇതിൽ 9 എണ്ണം ശരിയായി, ഒരെണ്ണം തെറ്റിയെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് അവിടെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് മനസ്സിലാക്കി തന്നെ വേണം എൻ്റെ കുട്ടികൾ ആൻസർ ചെയ്യാനായിട്ട്. ഇനി ചിലർ ചെയ്യുന്നൊരു കാര്യമുണ്ട്, എല്ലാത്തിൻ്റെയും കൂടെ ആൻസർ മാർക്ക് ചെയ്ത് വെക്കും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൈഡിലായിട്ട്. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഈ പറഞ്ഞ OMR ഷീറ്റ് കയ്യിലെടുത്തിട്ട് ഒന്നിച്ചിരുന്ന് ബബിൾ ചെയ്യാൻ നോക്കും അല്ലേ. മക്കളെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് നിങ്ങൾക്ക് ടൈം കഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാതെ വരും. പിന്നെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അപ്പോൾ എറേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് നഷ്ടപ്പെടും അല്ലേ. അപ്പോൾ അതിനൊരു ചാൻസ് എൻ്റെ കുട്ടികൾ വരുത്തരുത്. തീർച്ചയായിട്ടും കൃത്യമായിട്ട് തന്നെ ഓരോ ചോദ്യങ്ങൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് OMR ഷീറ്റിൽ മാർക്ക് ചെയ്തു പോവുക. ഇനി അതല്ല, ഒരു ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചു, 5 ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നു, 5 ക്വസ്റ്റ്യൻ അടുത്ത് നോക്കുന്നു, മാർക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പരീക്ഷ എഴുതി പോവാട്ടോ. അപ്പോൾ മക്കളെ, ഒക്ടോബർ 6-ാം തീയതി നടക്കുന്ന നമ്മുടെ നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് എൻ്റെ കുട്ടികൾ എല്ലാവരും നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യാട്ടോ. നിങ്ങൾക്കറിയാലോ, നമ്മുടെ സൈലം സ്കൂളുകളിൽ 100% സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നെക്സ്റ്റ് എക്സാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആരും ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത്. ഇനിയും രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേഗം തന്നെ രജിസ്റ്റർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.